ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ സമാധാനത്തിൻ്റെ മൂർത്തിഭാവമാണ്. എങ്കിലും ഈശോ തീയിടാനാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ് വചനത്തിൽ കാണുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 49-ാം തിരുവചനം. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നു. ഈശോ ആഗ്രഹിക്കുന്ന സ്ത്രീ എന്ന് പറയുക യേശുവിന് വേണ്ടി കത്തുന്ന ഹൃദയങ്ങളാണ്. യേശുവിന് വേണ്ടി കത്തുമ്പോൾ ഭിന്നിപ്പിന്റെ തലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 3 പേർ 2 പേർക്കെതിരായിട്ട് ഭിന്നിക്കും. എന്താ പറഞ്ഞു വരിക? നീ നിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ആഴപ്പെടുമ്പോൾ ദൈവത്തിന് വേണ്ടി ചിലതെല്ലാം സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട്, മാറ്റി നിർത്തുവാനായിട്ട് നിനക്ക് സാധിക്കണം. അത് ബന്ധങ്ങളുടെ തലമാണെങ്കിലും മറ്റുള്ളവരുടെ തലങ്ങളാണെങ്കിലും നിന്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാത്തിനോടും ഗുഡ് ബൈ പറയുവാന്, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം അല്പം അകലം പാലിക്കുവാനായിട്ട് നീ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഭയറാണ് കത്തിജ്വലിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുക. ആ ഒരു തീ ചുറ്റുപാടും വിതരപ്പെടും. പുത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവള് ക്രിസ്തുവിന് വേണ്ടി ആത്മാർപ്പണം ചെയ്തപ്പോൾ എല്ലാം തള്ളിക്കളഞ്ഞു. അവളുടെ സഹോദരിമാരുടെ കൂടിയാണ് മഠത്തിൽ ജീവിച്ചത്. സഹോദരിമാരോട് അവൾക്ക് ഇഷ്ടംപോലെ സ്നേഹമുണ്ടായിരുന്നു. പലപ്പോഴൊക്കെ കൂടുതൽ അടുപ്പമൊക്കെ തോന്നുന്നുണ്ടായി. പക്ഷേ ഒരു സെപ്പറേഷൻ, ഒരു വിടവ് നിലനിർത്തുവാനായിട്ട് അവർക്ക് സാധിച്ചു. അവർ പറയുന്നുണ്ട്, സഹോദരിമാരോട് കൂടി ജീവിക്കാൻ വേണ്ടിയല്ല, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ കോൺവെന്റിലേക്ക് കടന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഈശോയ്ക്ക് വേണ്ടി ഒരു വിടവിടാൻ, ഒരു സെപ്പറേഷൻ ഇടുവാനായിട്ട് അവൾക്ക് സാധിച്ചു. അതാണ് അവളുടെ ഉള്ളിലെ സ്നേഹം കത്തിജ്വലിച്ചത്. നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം കത്തിജ്വലിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. സർവ്വവിധ നന്മകൾ കൊണ്ട് നിനക്ക് വേണ്ടി കത്തിജ്വലിക്കുവാനുള്ള ഒരു അഭിഷേകം നൽകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.